കത്തിയെരിയുന്ന സിംഗപ്പൂർ കപ്പൽ ഉൾക്കടലിലേക്ക് വലിച്ചു നീക്കാൻ നിർണായക നടപടി. ടഗ് ബോട്ടുമായി കപ്പലിനെ ബന്ധിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, കപ്പലിനെ ഉൾക്കടലിലേക്ക് നീക്കാനുള്ള ശ്രമമാണ്. ഒരു പരിധിവരെ ആഘാതം, പരിസ്ഥിതികമായും മറ്റും ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക എന്നതാണോ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? എത്രത്തോളം ശ്രമകരമായ നടപടിയാണ് ഇത്? രേണുക, ഇപ്പോഴും കപ്പലും കണ്ടെയ്നറുകളും കത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. മുൻഭാഗത്തെ തീ കെടുത്തുന്നതിന് ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ഭാഗങ്ങളിൽ അതേപടി തന്നെ തീ പടരുന്ന നില അത് അങ്ങനെ തന്നെ തുടരുകയാണ്. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ടഗ് ബോട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവർ ഈ ഏജൻസി ഗുജറാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. കോസ്റ്റ് ഗാർഡുമായും അതോടൊപ്പം തന്നെ BSFുമായും ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. അവരുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലിൽ അവരവിടെ എത്തിക്കുകയും അതിനുശേഷം ഇവർ അതിൽ ഈ കത്തുന്ന കപ്പലുമായി വലിയ ഉരുക്ക് വടം ബന്ധിക്കുകയുമായിരുന്നു. ഉൾക്കടലിലേക്ക് കപ്പലിനെ വലിച്ചുകൊണ്ടു പോവുക എന്നത് തന്നെയാണ് ഇതിനി ഉള്ള നടപടി. കാരണം ഈ പാരിസ്ഥിതിക പ്രശ്നം ഒഴിവാക്കുക, പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോവുക, അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ പാതയുമായി ബന്ധപ്പെട്ട പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മറ്റ് കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൃത്യമായ അകലം പാലിച്ചു വേണം കടന്നു പോകാൻ. കാരണം ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് മാറി വേണം മറ്റ് കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. ഇനി ഈ ഉൾക്കടലിലേക്ക് കൂടുതൽ വലിച്ചു മാറ്റുമ്പോൾ മറ്റ് കപ്പലുകൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ, അല്ലെങ്കിൽ ആ കപ്പലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള യാത്രാ തടസ്സമോ അല്ലെങ്കിൽ പ്രതിസന്ധിയോ സൃഷ്ടിക്കാത്ത തരത്തിലാകണം ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. മാത്രമല്ല, എണ്ണച്ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ വലിയ പരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉൾപ്പെടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വെടിമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളുണ്ട്. ആ തരത്തിലുള്ള വസ്തുക്കൾ, അതിൻ്റെ ചോർച്ച പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കണ്ടെയ്നറിൽ നിന്ന് അത്തരം വസ്തുക്കൾ പരമാവധി പുറത്തു വരുന്നത് ഒഴിവാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിൽ ഇനി നടപടികൾ തുടരാൻ. ഏതായിരുന്നാലും 2 ദിവസമായി തുടരുന്ന ഒരു പരിശ്രമമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബോട്ടുമായി ബന്ധിച്ചു എന്ന വിവരം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പായി എത്തുകയും ചെയ്തു. രേണുക, ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്.